ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഞാനിവിടെ എടുക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5-ലെ ചാപ്റ്റർ മേജർ കോർപ്പറേറ്റീവ് ഗവേണൻസ് ഫെയിലിയേഴ്സ്, പേജ് നമ്പർ 392. അതിലെ കോഡ്സ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസും കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഇൻ ഇന്ത്യയാണ് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്ക്. ഫസ്റ്റ്, കോഡ്സ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ്. കോഡ്സ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കോർപ്പറേറ്റ് ഗവേണൻസിന് ഒരു കൺസെപ്റ്റ് നിലവിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോഡ്സും കുറച്ച് റൂൾസൊക്കെ എക്സ്റ്റാബ്ലിഷ് ചെയ്യും. അങ്ങനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏജൻസീസിനെ പറയുന്ന പേരാണ് കോഡ്സ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ്. ഇവിടെ 3 ഏജൻസീസാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേഷൻ OECD, ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് ഗവേണൻസ് നെറ്റ്വർക്ക് ICGN ആൻഡ് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ കോർപ്പറേറ്റീവ് ഗവേണൻസ്. ഇങ്ങനെ 3 ഏജൻസീസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് കോഡ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ഗവേണൻസിന് ഒരു കൺസെപ്റ്റ് നിലവിൽ കൊണ്ടുവരാൻ കുറച്ച് റൂൾസും അതുപോലെ തന്നെ കോഡ്സും എക്സ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഏജൻസീസിനെയാണ് കോഡ്സ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ് എന്ന് പറയുന്നത്. ഇവിടെ 3 ഏജൻസീസ് മെൻഷൻ ചെയ്തിട്ടുണ്ട്: OECD, ICGN ആൻഡ് കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്. ഇവിടെ നമ്മൾ OECDയുടെ കുറച്ച് പ്രിൻസിപ്പൾസാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടുള്ള എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഗവേണൻസ് ഫ്രെയിം വർക്ക് ഉണ്ടാവണം. ഫസ്റ്റ് അതാണ്, നല്ലൊരു ഫ്രെയിം വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ഫ്രെയിം വർക്ക് നമ്മൾ എക്സ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവണം. രണ്ടാമതെന്ന് പറയുന്നത് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓണേഴ്സ് ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ഓണേഴ്സിനെ പറയുന്നതാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന്. അപ്പോൾ അവരുടെ റൈറ്റ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ടാവണം. മൂന്നാമതെന്ന് പറയുന്നത് ഓൾ കൈൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. ഇപ്പോൾ ഏത് തരത്തിലുള്ള ഷെയർ ഹോൾഡേഴ്സ്, ഏത് ഇതിലുള്ള ഷെയർ ഹോൾഡേഴ്സ് ആണെങ്കിലും അവർക്ക് നമ്മൾ ഈക്വലായിട്ട് അവരെ ട്രീറ്റ് ചെയ്യണം. ഇക്വിറ്റബിൾ ട്രീറ്റ്മെൻറ്റാണ് അവിടെ വേണ്ടത്. നാലാമതെന്ന് പറയുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓണേഴ്സ് ആവാം, എംപ്ലോയീസ് ആവാം, കസ്റ്റമേഴ്സ് ആവാം. അവരുടെ ഇൻട്രസ്റ്റും റൈറ്റും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യണം. ഇതിനെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുക. അടുത്തത് ഡിസ്ക്ലോസർ ആൻഡ് ട്രാൻസ്പാരൻസി പറയുമ്പോൾ നമ്മളിപ്പോൾ ഫങ്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അത്രയാണ് ഇതിൽ പറയുന്നുള്ളൂ. കോഡ്സ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസിൽ അപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. OECD, ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പ്രിൻസിപ്പൾസ് 5 നമ്മളിപ്പോൾ നോക്കിയത്. നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്. കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഇൻ ഇന്ത്യ. നമ്മളത് ഇന്ത്യയിൽ പലതരത്തിലുള്ള കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഉണ്ട്. അതിൽ 6 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് CII കോഡ്, 1998 CII കോഡ്. പിന്നെന്ന് പറയുന്നത് B, കുമാർ മനംഗലം ബിർള കമ്മിറ്റി, 1999. C, നരേഷ് ചന്ദ്ര കമ്മിറ്റി, 2002. D, നാരായണമൂർത്തി കമ്മിറ്റി, 2003. E JJ ഇറാനി കമ്മിറ്റി, 2005. അറ്റ് ലാസ്റ്റ് ഉദയ കൊട്ടക് കമ്മിറ്റി, 2017. ഇവിടെ നമ്മൾ പഠിക്കുന്നത് CII കോഡാണ്, 1998. അപ്പോൾ അവർ ഒരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത് ഡിസൈറബിൾ കോർപ്പറേറ്റ് ഗവേണൻസ് ആണ്. ഡിസൈറബിൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ ഒരു കമ്പനി എക്സ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ ഉൾപ്പെടുത്തണമെന്നാണ് ഡിസൈറബിൾ കോർപ്പറേറ്റ് ഗവേണൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വണ്, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ. അവരെയാണ് നമ്മൾ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായിട്ട് നിയമിക്കേണ്ടത്. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കണം. ബോർഡിൽ നമ്മൾ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരനെ ആയിരിക്കണം നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സായിട്ട് നിയമിക്കേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ഒരു വർഷത്തിൽ 6 മാസമെങ്കിലും അവർ മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. 6 മാസം 2 മാസം ഇടവിട്ട് അവർ മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതാണ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത്. മൂന്നാമത്തെ പറയുന്നത് ലിസ്റ്റഡ് കമ്പനീസ് വെച്ചാൽ എന്താ? സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന കമ്പനീസ്. അതിനെയാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബില്യണിൽ കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ 30% നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും. അതുപോലെ തന്നെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനും ഒരു പേഴ്സൺ ആണെങ്കിൽ 50% ഇൻഡിപെൻഡൻറ്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും.
ഇത് കുറച്ച് കണ്ടീഷൻസാണ് ഈ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പേഴ്സൺ 10 കമ്പനിയിൽ കൂടുതൽ ഡയറക്ടർ ആയിരിക്കാൻ പാടില്ല. അവരുടെ മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 10 കമ്പനിയാണ്. അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കമ്പനിയിൽ എഫിഷ്യൻ്റ് ആയിട്ട് പെർഫോം ചെയ്യണം, അവരുടെ റോൾ ഇൻക്രീസ് ചെയ്യണം. അതാണ് അഞ്ചാമത്തെ പോയിന്റ് പറയുന്നത്. അതിൽ തൊട്ട് താഴെ AB 2 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രൊഫഷണൽ എഫേർട്സ് എടുക്കുന്നവർക്ക് അവർക്ക് ആവശ്യമുള്ള കമ്മീഷൻ അല്ലെങ്കിൽ സിറ്റിംഗ് ഫീസോ അങ്ങനെയുള്ള നമ്മൾ കൊടുത്തിരിക്കണം. പിന്നെ ലോങ് ടേം പെർഫോമൻസ് ചെയ്യുന്നവർക്ക് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം അങ്ങനെയുള്ള റിവാർഡ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് അറ്റൻഡൻസ് രജിസ്റ്റർ. നമ്മളിപ്പോൾ ഡയറക്ടേഴ്സ് എല്ലാ മീറ്റിങ്ങിലും അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം. അതാണ് ആ പോയിന്റിൽ. പിന്നെ അടുത്തത് വരുന്നത് കമ്പനീനെ കുറിച്ചുള്ളൊരു കീ ഇൻഫോർമേഷൻ നമ്മുടെ ബോർഡിൽ പ്ലേസ് ചെയ്തിട്ടുണ്ടാകും. അതെന്തൊക്കെയാണ്, ആ കീ ഇൻഫോർമേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ റിപ്പോർട്ട്സ് എന്തൊക്കെയാണെന്നാണ് താഴെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് ആനുവൽ ഓപ്പറേറ്റിംഗ് പ്ലാൻ ആൻഡ് ബഡ്ജറ്റ്. ആനുവൽ ഓപ്പറേറ്റിംഗ് പ്ലാൻസും ബഡ്ജറ്റും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. രണ്ടാമതെന്ന് പറയുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആൻഡ് ലോങ് ടേം പ്ലാൻ. ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് എന്താണ്, ലോങ് ടേം പ്ലാൻ എന്താണ്, അതൊക്കെ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെ മൂന്നാമത്തെ പറയുന്നത് 4 മാസം കൂടുമ്പോഴുള്ള കമ്പനിയുടെ റിസൾട്ട്, ക്വാർട്ടർലി റിസൾട്ട് ഫോർ ദ ഹോൾ കമ്പനി ആൻഡ് ഡിവിഷൻ. എല്ലാ ആ കമ്പനിയിലെയും ഡിവിഷൻസിലെയും 4 മാസം കൂടുമ്പോഴുള്ള കമ്പനിയുടെ റിസൾട്ട് അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. പിന്നെന്ന് പറയുന്നത് ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ട്സ്. പിന്നെ നമുക്കിപ്പോൾ മീറ്റിങ്ങോ അങ്ങനെ വല്ല റിലവൻ്റ് ആയിട്ടുള്ള നോട്ടീസ് വല്ലതും അല്ലെങ്കിൽ റവന്യൂ അതോറിറ്റീസിൻ്റെ വല്ല നോട്ടീസൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകും. പിന്നെന്ന് പറയുന്നത് സീരിയസ് ആക്സിഡൻസോ ഡാമേജസോ അല്ലെങ്കിൽ പൊല്യൂഷൻ പ്രോബ്ലംസോ അങ്ങനെയുള്ളതും നമ്മൾ ഈ നോട്ടീസിൽ കീ ഇൻഫോർമേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. പിന്നെ പറയുന്നത് ജോയിൻറ്റ് വെൻഡേഴ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയായിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ഡീറ്റെയിൽസും ഇൻക്ലൂഡഡ് ആയിരിക്കും. പിന്നെ നമ്മുടെ സീനിയർ ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, സീനിയർ ഓഫീസറിനെ അവരെ റിക്രൂട്ട് ചെയ്യുന്നത് എപ്പോഴാണ്, അവരുടെ സാലറി അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന അങ്ങനെയുള്ളതൊക്കെ എമൗണ്ട് എത്രയാണ്, അതൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അറ്റ് ലാസ്റ്റ് ലേബേഴ്സിൻ്റെ പ്രോബ്ലം എന്താണ് അതും അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഒരു ബോർഡിംഗ് റിപ്പോർട്ട് വയ്ക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടോപ്പിക്ക് കഴിഞ്ഞു. ഒന്ന് കൺക്ലൂഡ് ചെയ്യാം. കോഡ്സ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ് ആണ് ഞാനിവിടെ എടുത്തത്. കോഡ്സ് ഫ്രം ഇൻ്റർനാഷണൽ ഏജൻസീസ് എന്ന് പറഞ്ഞാൽ ഒരു കോർപ്പറേറ്റീവ് ഗവേണൻസ് ഒരു കൺസെപ്റ്റ് നിലവിൽ കൊണ്ടുവരാൻ വേണ്ടി കുറച്ച് കോഡും റൂളും എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നതാണ് ഈ ഏജൻസിയുടെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ആ ഒരു 3 ഏജൻസി നമ്മൾ പഠിച്ചു. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആൻഡ് കോർപ്പറേഷൻ, ഇൻ്റർനാഷണൽ കോർപ്പറേറ്റ് ഗവേണൻസ് നെറ്റ്വർക്ക്, കോമൺവെൽത്ത് അസോസിയേഷൻ ഫോർ കോർപ്പറേറ്റ് ഗവേണൻസ്. അപ്പോൾ അതിൽ നമ്മൾ ഒഇസിഡിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസാണ് നമ്മൾ പഠിച്ചത്. എഫക്റ്റീവായിട്ടുള്ളൊരു ഫ്രെയിംവർക്ക് വേണം, പിന്നെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യണം, പിന്നെ ഇക്വിറ്റബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാ ഷെയർ ഹോൾഡേഴ്സിനും പ്രൊവൈഡ് ചെയ്യണം, പിന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ റെക്കഗ്നൈസ് ചെയ്യണം, പിന്നെ ട്രാൻസ്പാരൻസി വേണം. പിന്നെ നമ്മൾ നോക്കിയത് കോർപ്പറേറ്റ് ഗവേണൻസ് കോഡ് ഇൻ ഇന്ത്യ. അതിൽ നമ്മൾ CII 1998 CII കോഡാണ് നമ്മൾ നോക്കിയത്. അതിൽ മെയിനായിട്ട് അവരൊരു റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഡിസൈറബിൾ കോർപ്പറേറ്റ് ഗവേണൻസ്. ഒരു കോർപ്പറേറ്റ് ഗവേണൻസ് ഒരു കമ്പനി നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിൽ ഒന്നാമത്തെ പോയിൻ്റ് എന്തായിരുന്നു, പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നോൺ എക്സിക്യൂട്ടീവ്സ് ഡയറക്ടേഴ്സിനെ ആയിരിക്കും നമ്മളതിൽ ഉൾപ്പെടുത്തുക. പിന്നെ എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ നമ്മൾ 6 മാസം 2 മാസം ഇടവിട്ട് നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവണം. പിന്നെ എന്ന് പറയുന്നത് ലിസ്റ്റഡ് കമ്പനി എന്ന് പറയുമ്പോൾ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനി. അതിൽ 30% അവരുടെ 1 ബില്യൺ കൂടുതൽ ടേൺ ഓവർ ആണെങ്കിൽ 30% നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കും. പിന്നെ മാനേജിംഗ് ഡയറക്ടേഴ്സും ചെയർമാനും ഒരു പേഴ്സൺ ആണെങ്കിൽ ബോർഡിംഗ് 50% ഇൻഡിപെൻഡൻറ്റ് നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആയിരിക്കണം. കുറച്ച് കണ്ടീഷൻസാണത്. പിന്നെന്ന് പറയുന്നത് ഒരു സിംഗിൾ പേഴ്സൺ 10 കമ്പനിയിൽ കൂടുതൽ ഡയറക്ടർ ആയിരിക്കാൻ പറ്റില്ല. പിന്നെ പറഞ്ഞത് നമ്മൾ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കമ്പനിയിൽ എഫിഷ്യൻ്റായിട്ട് പെർഫോം ചെയ്യണം. പിന്നെന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ പ്രൊഫഷണലായിട്ട് എഫേർട്ട് എടുക്കുന്നവർക്ക് അവരുടേതായ കമ്മീഷൻ അല്ലെങ്കിൽ സിറ്റിംഗ് ഫീസ് കൊടുത്തിരിക്കണം. പിന്നെ ലോങ് ടേം പെർഫോമൻസ് എടുക്കുന്നവർക്ക് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം കൊടുക്കണം.
പിന്നെ അറ്റൻഡൻസ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം, ഡയറക്ടേഴ്സ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. പിന്നെ പറയുന്നത് കീ ഇൻഫോർമേഷൻസ് ആണ്. ആ കീ ഇൻഫോർമേഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് കുറച്ച് പോയിൻറ്റ്സ് പറഞ്ഞു. ആനുവൽ ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ് നമ്മൾ നോക്കണം, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നോക്കണം, പിന്നെ ക്വാർട്ടർലി റിസൾട്ട് ഓഫ് ദ കമ്പനി, ഇൻറ്റേർണൽ ഓഡിറ്റ് റിപ്പോർട്ട്സ്, പിന്നെ പറയുന്നത് റിലവൻറ്റ് നോട്ടീസ് ഫ്രം റവന്യൂ അതോറിറ്റീസ്, സീരിയസ് ആക്സിഡൻറ്റോ ഡാമേജ് ഉണ്ടായി നമ്മൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ജോയിൻറ്റ് വെൻഡർ കൊളാബറേഷൻസ്, പിന്നെ റിക്രൂട്ട്മെൻറ്റ്, സീനിയർ ഓഫീസേഴ്സിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, അറ്റ് ലാസ്റ്റ് ലേബർ പ്രോബ്ലംസ് ആൻഡ് ഇറ്റ്സ് പ്രൊപ്പോസ്ഡ് സൊല്യൂഷൻസ്. ലേബേഴ്സിൻ്റെ പ്രോബ്ലംസും അതിന് പ്രൊപ്പോസറായിട്ടുള്ള സൊല്യൂഷൻസും നമ്മൾ കീ ഇൻഫോർമേഷൻസിലും അതിൻ്റെ റിപ്പോർട്ട്സിലും നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ഇത്രയാണ് എൻ്റെ ടോപ്പിക്ക്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.